പരകായ പ്രവേശം. അനന്തഭദ്രം സിനിമ കണ്ടിട്ടുണ്ട്. അനന്തഭദ്രം സിനിമയിൽ ദിഗംബരൻ എന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം പൃഥ്വിരാജിൻ്റെ ശരീരത്തിലേക്ക് സ്വന്തം ആത്മാവിനെ കടത്തിവിട്ട് നടത്തുന്ന ഒരു വിദ്യയാണ് പരകായ പ്രവേശം. അതൊരു യോഗ വിദ്യയാണ്. ഇന്നത്തെ വിഷയം പരകായ പ്രവേശം. സിനിമയിൽ ദിഗംബരൻ എന്താണ് ചെയ്യുന്നത്? ദിഗംബരൻ്റെ ആത്മാവിനെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിലേക്ക് കടത്തിവിടുന്നു. ദിഗംബരന് ചെയ്യേണ്ട എല്ലാ നീചകർമ്മങ്ങളും പൃഥ്വിരാജിൻ്റെ ആ ശരീരത്തെ വെച്ച് ദിഗംബരൻ നടപ്പിലാക്കുന്നു. ഇതുപോലെ അല്ലെങ്കിലും റിയൽ ലൈഫിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് പരകായ സിദ്ധി കൈവശമുള്ള ഒരു വ്യക്തി, ശിവപ്രഭാകര സിദ്ധയോഗി. പറയപ്പെടുന്നത് എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഹിമാലയത്തിൽ തപസ്സിന് പോയി അഷ്ടൈശ്വര്യ സിദ്ധികൾ നേടി. ഇദ്ദേഹം 21-ാം നൂറ്റാണ്ട് വരെ പല പല ശരീരങ്ങളിലായി പരകായ പ്രവേശം എന്ന യോഗവിദ്യയിലൂടെ പ്രവേശിച്ച് ജീവിച്ചു വന്നു. ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടി നടന്നു. 1948 ജൂണിൽ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 685 വയസ്സ് എന്ന് പറയപ്പെടുന്ന ഒരു യോഗവര്യനെ പിടികൂടി. ശിവപ്രഭാകര സിദ്ധയോഗി എന്നാണ് ഇയാളുടെ പേര് എന്നും 11 വർഷം കടലിൻ്റെ അടിത്തട്ടിൽ മത്സ്യവും ഇലകളും ഭക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നും ഇദ്ദേഹം പറഞ്ഞു. കൂടാതെ 400 വർഷം ഹിമാലയത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഇദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, അന്നുള്ള ആളുകൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം അറസ്റ്റിലായതിനു ശേഷം ഭക്ഷണമോ വെള്ളമോ കുടിച്ചിട്ടില്ല. അദ്ദേഹം മലമൂത്ര വിസർജ്യം ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് കാണപ്പെട്ടത്. ഇദ്ദേഹം ആയുർവേദ മേഖലകളിലും താന്ത്രിക മേഖലകളിലും വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികൾ നേരിട്ട് അനുഭവിച്ച നിരവധി അനുയായികളും ജീവിച്ചിരിപ്പുണ്ട്. അപൂർവങ്ങളായ ഔഷധ മരുന്നുകളെപ്പറ്റിയും അദ്ദേഹം അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉടൽക്കായ പച്ചയാണ് അതിലെ പ്രധാന ഒരു ഔഷധം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ചതച്ചരച്ച് ദേഹത്ത് പുരട്ടിയാൽ അന്യർ കാണാതെ നമുക്ക് നടക്കാൻ കഴിയും, അദൃശ്യനായി. 700-ലേറെ വർഷം ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹം 1986 ഏപ്രിലിൽ സ്വന്തം ശരീരം ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്നു. പത്തനംതിട്ടയിലെ ഓമല്ലൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സമാധി. പക്ഷേ അദ്ദേഹം തന്നെ 2023 തമിഴ്നാട്ടിൽ സമാധിയായെന്നും ഒരു വാർത്തയുണ്ടായിരുന്നു. ഈ പരകായ പ്രവേശം എന്ന യോഗവിദ്യയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിത ദൈർഘ്യം അദ്ദേഹം കൂട്ടിക്കൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള രസകരമായ കഥകൾ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും പറയുക. അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം.